നമസ്കാരം. നമ്മുടെ ഇന്ത്യയിൽ എല്ലാ സാധനങ്ങൾക്കും വില കുറയാൻ പോവാണ്. കാരണമൊക്കെ ലക്ഷക്കണക്കിന് രൂപയാണ് കുറഞ്ഞത്. ബ്രാൻഡ് അനുസരിച്ചിട്ട് വില കുറയുന്നുണ്ട്. മറ്റെല്ലാ സാധനങ്ങൾക്കും ഇനി വില കുറയുന്നു. അതിന് കാരണം GST വന്ന മാറ്റമാണ്. വളരെ പെട്ടെന്ന് ഗണ്യമായ ഒരു മാറ്റം. ഒരിക്കലും എന്താ പറയാ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും പ്രതിപക്ഷത്തിനും സാധിക്കാത്തത്, അങ്ങനെ തന്നെ പറയണം. അവര് കഴിഞ്ഞ 10 വർഷമായി ഉച്ചുകുത്തി ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യമാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയത്. ഇന്ത്യയിലെ വലിയൊരു ഭാഗം ജനങ്ങൾക്കത് ഉപകാരവുമാണ്. ഇത് കേൾക്കുമ്പോൾ, ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്നത്, നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിലെ ജനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി GST കുറച്ചതാണ് എന്നാണ് നമ്മൾ കരുതുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, അല്ല, അതിന് പറയാൻ കാരണം കഴിഞ്ഞ 1.5 വർഷമായിട്ട് GST കുറയ്ക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. നിർമ്മല സീതാരാമൻ അങ്ങനെ ഒരു പ്രസ്താവന വന്നായിട്ട് അറിയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലം കാത്തിരുന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? GST പെട്ടെന്നുണ്ടായ ഒരു സാധനമാണ്. GST കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു ആ കാലത്ത്. എൻ്റെ വീഡിയോസാണ് ആ കാലത്ത് GST വന്ന സമയത്ത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വൈറലായി പോയത്. കാരണം ജനങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണ് GST, എത്ര ശതമാനം GST എന്ന്. അതേ ഒരു അവസ്ഥയാണ് ഇപ്പോൾ പെട്ടെന്ന്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇത്ര പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ ജനങ്ങളോടുള്ള ഇഷ്ടമാണോ കാരണം? അല്ല. അതിന് നമ്മുടെ പ്രതിപക്ഷത്തോടോ രാഹുൽ ഗാന്ധിയോടോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തോടോ ഒന്നും അല്ല നന്ദി പറയേണ്ടത്. ട്രംപിനോടാണ്, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോടാണ് നമ്മൾ നന്ദി പറയേണ്ടത്. അയാളൊരു ഒറ്റയടിക്ക് ഈ ഇറക്കുമതി തീരുവ 50% കൊണ്ടുവന്നപ്പോൾ ആ 50% നമ്മുടെ ഇന്ത്യയിലുള്ള ചില കച്ചവട സ്ഥാപനങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ, നിർമ്മാണ സ്ഥാപനങ്ങൾ, അതൊക്കെ ഇവിടെ നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളൊരു അവസ്ഥയിൽ എത്തിയപ്പോൾ, അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ പെട്ടെന്ന് തീരുമാനം മാറ്റേണ്ടി വന്നതാണ്. അതായത് ഈ 50% കൊണ്ട് ആർക്കൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ആ നഷ്ടം വരാതിരിക്കാനും അവരെ നിലനിർത്താനും വേണ്ടി നരേന്ദ്രമോദി സർക്കാർ ചെയ്തു വെച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. അല്ലാതെ ഇന്ത്യയിലെ 145 കോടി ജനങ്ങളെ നന്നാക്കാൻ വേണ്ടി അവർക്ക് കുറഞ്ഞ ചെലവിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പരിപാടിയൊന്നുമല്ല. നരേന്ദ്രമോദി സർക്കാരിൽ ഞാൻ കാണുന്ന 2 പ്രകടമായ വ്യത്യാസങ്ങൾ ഞാൻ മനസ്സിലാക്കിയതെന്ന് പറയാം. ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ, ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ ഇതിന് താഴെ കുരുപൊട്ടി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വരും, പലരും പറഞ്ഞു വരും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അതിനെ വിമർശിച്ചാലും അനുകൂലിച്ചാലും അത് പറയുക എന്നുള്ളതാണ് എൻ്റെ ശീലം. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഞാനൊരു നരേന്ദ്രമോദി ഫാനാണെന്ന് വെച്ചാൽ ആണ്. അതെങ്ങനെ? അത് രാജ്യാന്തര തലങ്ങളിൽ, അന്താരാഷ്ട്ര തലങ്ങളിൽ ഞാനൊരു മോദി ഫാനാണ്. അതേസമയം ഇന്ത്യയിൽ നരേന്ദ്രമോദി ചെയ്യുന്ന കാര്യങ്ങൾ, ഇന്ത്യയിലെ 145 കോടി ജനങ്ങളുമായി ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ നരേന്ദ്രമോദി ഫാൻ അല്ല. എനിക്കങ്ങനെ ആകാൻ കഴിയില്ല. ഇതാണ് വ്യത്യാസം. കാരണം ഇന്ത്യയും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമായാലും പിണക്കമായാലും ആ സമയത്ത്, ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ, ആ സമയത്ത് നരേന്ദ്രമോദി സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനം വളരെ വളരെ പെട്ടെന്ന് എടുക്കേണ്ട തീരുമാനമായിരുന്നു. ആ തീരുമാനത്തെ 100% പിന്തുണയ്ക്കുന്ന ഒരാളാണ് ഞാൻ. ട്രംപുമായിട്ടുള്ള ഇന്നത്തെ ഒരു വിഷയം, ആ വിഷയത്തും നരേന്ദ്രമോദി സർക്കാർ പിന്തുടരുന്ന വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിലപാടുകളെ കുറിച്ച് കൃത്യമായിട്ട് പിന്തുണയ്ക്കുന്ന ഒരാളാണ് ഞാൻ. അതേസമയം ഇന്ത്യയിലെ ജനങ്ങൾ, 145 കോടി ജനങ്ങളെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ചില ഭാഗങ്ങളിൽ മാത്രമാണ് ഈ സർക്കാർ വിജയിച്ചിട്ടുള്ളത്. ബാക്കി അവരുടെ അക്കാഡമിക് തലങ്ങളിലോ അവരുടെ ഫിനാൻഷ്യൽ, സാമ്പത്തിക തലങ്ങളിലോ ഒന്നും വിജയിക്കാൻ, അവരെ കൈപിടിച്ചു ഉയർത്താൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല, ശ്രമിക്കുന്നുമില്ല എന്നുള്ളത് വസ്തുതയാണ്. കാരണം ഇവിടെ കുറച്ച് പണക്കാരുണ്ട്, അല്ലെങ്കിൽ പണക്കാരാകാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കമ്പനികളും മറ്റുള്ളവരും ഒക്കെ ഉണ്ട്. അവരെ നിലനിർത്താൻ വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുക. അതിനുവേണ്ടി ഇവിടെ നിയമങ്ങളോ പദ്ധതികളോ ഒക്കെ കൊണ്ടുവരിക, എല്ലാം അവർക്ക് വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് 2020 നമ്മൾ അഭിമുഖീകരിച്ച ഒരു ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കൊറോണ എന്ന എന്നുള്ള നാടകം. അത് ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും വിശ്വസിപ്പിക്കാൻ അതിൻ്റെ ഉൽപാദകർക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യവും അതനുസരിച്ച് വിശ്വസിച്ചു. പക്ഷേ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ പ്രധാനമന്ത്രിക്ക് അടക്കം നമ്മുടെ രാജ്യത്തിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഈ വൈറൽ രോഗത്തിന്, അതായത് ഏത് വൈറൽ രോഗത്തിനും നമ്മുടെ ഇന്ത്യയിൽ ആയുഷിൽ മരുന്നുണ്ടെന്ന് അറിയാമായിരുന്നു. അത് നമ്മുടെ പ്രധാനമന്ത്രിക്കും അറിയാമായിരുന്നു. പ്രധാനമന്ത്രി അത് മറ്റു പല ഉന്നതന്മാർക്കും പറഞ്ഞു കൊടുത്തായിട്ടുള്ള വാർത്തകൾ പിന്നീട് പുറത്തു വന്നിരുന്നു. അദ്ദേഹം അത് ഉപയോഗിക്കുകയും ചെയ്തു. ആ ആയുഷിന്റെ മരുന്നുകൾ ഇന്ത്യയിലെ ജനങ്ങൾ ഉപയോഗിക്കാൻ പറഞ്ഞില്ല. പകരം വാക്സിൻ എടുക്കൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അതിനുശേഷം വന്ന ഒരു ചോദ്യം കോടതി ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് നമുക്കറിയാലോ. സത്യവാങ്മൂലം കൊടുത്തത് അത് ഇന്ത്യയിലെ ജനങ്ങളോട് അങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞിട്ടില്ല. താല്പര്യമുള്ളവർ എടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. ഈ എടുത്തവർക്ക് താല്പര്യപൂർവ്വം എടുത്തതാണ്, അല്ലാതെ സർക്കാർ നിർബന്ധിച്ചിട്ടല്ല എന്നാണ് സത്യവാങ്മൂലം കൊടുത്തത്. അങ്ങനെയാണ്. കാരണം ഇതിൽ വലിയ
പ്രശ്നങ്ങൾ വന്നപ്പോൾ, സൈഡ് എഫക്ട്സ് വന്നപ്പോൾ, ആൾക്കാർ കുഴഞ്ഞു വീണ് മരിക്കാൻ തുടങ്ങിയപ്പോൾ അതിന് ഫാക്ട് ഷീറ്റിൽ എന്താണ് പറഞ്ഞിരുന്നത് അത് നടപ്പിലായപ്പോൾ അത് നടന്നു വന്നപ്പോൾ സമയത്ത് കോടതിയിലേക്ക് കേസ് പോയപ്പോഴത്തേക്കാ ഈ ഒരു നിലപാടെടുത്തത്. യഥാർത്ഥത്തിൽ വസ്തുത ഇതായിരുന്നു. നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ കോവിഡ് വാക്സിൻ വേണം എന്നുള്ള നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ കോവിഡ് വാക്സിൻ ഇല്ലെങ്കിൽ നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റൂല, യാത്ര ചെയ്യാൻ പറ്റില്ല, എവിടെയും പോകാൻ പറ്റില്ല. എന്തിന് പച്ചക്കറി വാങ്ങാൻ പോകാൻ പോലും പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. എന്തിനായിരുന്നു അത്ര വലിയൊരു നാടകം കളിച്ചത്? അതാണ് നാടകം എന്ന് പറയുന്നത്. ആധാർ പൂനാമാലയ്ക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതുമല്ല എന്നുണ്ടെങ്കിൽ ഭാരത് ബയോടെക്കിന്, അതുമല്ല എന്നുണ്ടെങ്കിൽ ICMR-ന്. അപ്പോൾ ഇവർക്കൊക്കെ ഈ വാക്സിൻ നിർമ്മാതാക്കൾക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി ഈ സർക്കാർ കൂട്ടുനിന്നു എന്ന് പറയുന്നതാണ് ശരി. ഇപ്പോ നമ്മൾ റേഷൻ കടകളിലൂടെ കിട്ടുന്ന അരി, ആ അരി പോലെ ചെറിയ ഒരു സാധനമുണ്ട്, ഫോർട്ടിഫൈഡ് എന്ന് പറഞ്ഞു, എന്തോ ഒരു ചെറിയ വെളുത്ത തരികൾ കാണാൻ പറ്റും നിങ്ങൾക്ക്. വിളർച്ച മാറ്റാനെന്ന രീതിയിൽ അത് കൊടുക്കുന്നതാണ്. വലിയ അപകടമുള്ള ഒരു സാധനമാണ് വിളർച്ച മാറ്റം, ഫോർട്ടിഫൈഡ് ചെയ്ത അരി എന്ന് പറഞ്ഞുകൊണ്ട്. ഈ സാധനം ഇപ്പോ സത്യത്തിൽ ആരുടെ വിളർച്ചയാണ് മാറ്റുന്നത്? റോയൽ DSM-ന്റെ വിളർച്ച മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഫോർട്ടിഫൈഡ് അരി ഉപയോഗിക്കുന്നത്. ഓരോ സിസ്റ്റം കൊണ്ടുവരാണ്. ഇനി ഇപ്പൊ നടക്കുന്നൊരു കാര്യം, മൻമോഹൻ സിംഗിന്റെ സർക്കാരിന്റെ കാലം മുതൽ ഇങ്ങോട്ട് തുടങ്ങി വെച്ചിട്ടുള്ള സംഭവമാണ്. ഇപ്പോ 20% വരെ എഥനോൾ കലർന്ന പെട്രോൾ വിതരണം നടത്തുന്നത്. ഇന്ന് ഇന്ത്യയിൽ ഓടുന്ന എത്ര കാറുകൾ 20% പെട്രോൾ താങ്ങാൻ കഴിയുന്നതുണ്ട്? അതായത് 1 ലിറ്റർ പെട്രോൾ വാങ്ങിയാൽ അതിൽ 200 മില്ലി കിട്ടുന്നത് ചാരായമാണ്. ഈ എഥനോൾ ഉൾപ്പെട്ട ഈ പെട്രോൾ താങ്ങാൻ ശേഷിയുള്ള എത്ര വാഹനങ്ങൾ നമ്മുടെ പൊതുനിരത്തിൽ ഓടുന്നുണ്ട്? ഏറ്റവും പുതിയ വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ. പഴയ വാഹനങ്ങൾക്കൊന്നും അത് താങ്ങാൻ കഴിയില്ല. നമുക്കറിയാം പെട്രോൾ വാഹനങ്ങളൊക്കെ വഴിയിൽ കത്തുന്നതും, അതുപോലെ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉള്ളതും, എഞ്ചിൻ പണി പെട്ടെന്ന് വരുന്നതും, എപ്പോഴും 1 മാസത്തിൽ ഒരിക്കലെങ്കിലും സർവീസിന് കയറേണ്ട ഒരു സാഹചര്യം ഉള്ളതൊക്കെ ഇതുകൊണ്ടാണ്. അതായത് കണ്ണും പൂട്ടി അങ്ങ് നടപ്പിലാക്കുകയാണ്. നമ്മുടെ നിതിൻ ഗഡ്കരി, അദ്ദേഹത്തിന്റെ കമ്പനിക്കും അദ്ദേഹത്തിനും സാമ്പത്തിക വളർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രത്യക്ഷത്തിൽ എന്താ പറയുന്നത്? ഇവിടുത്തെ കർഷകർക്ക് വേണ്ടിയിട്ടാണ്, കരിമ്പ് കർഷകർക്ക് വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. എല്ലാം അങ്ങനെയാണ്. ഇന്ത്യക്കാർക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോഴും സത്യത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അത് നടക്കുന്നത്. ഏതെങ്കിലും ചിലർക്ക് വേണ്ടിയിട്ട്, ചില മുതലാളിമാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിലെ ബാക്കി 145 കോടി ജനങ്ങളെയും ഒരു വഴിക്കാക്കുന്ന നിലയാണ് കണ്ടുവരുന്നത്. ഇതിനിടയിൽ ഇങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്നതാണ്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ, എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ 145 കോടി ജനങ്ങളിൽ എത്ര പേർ സാമൂഹ്യ ബോധമുള്ളവരുണ്ട്? രാഷ്ട്രബോധം പൗരബോധം ഒക്കെ പറയും, ദേശത്തിൽ കിടന്ന് പറയും, മതം കലർത്തിക്കൊണ്ട് സിന്ദാബാദ് വിളിക്കുകയും ചെയ്യും. എന്നിട്ട് ഒരു സാമൂഹ്യ ബോധവും ഇല്ലാത്ത തന്റെ സഹോദരനെ തച്ച് തകർക്കുകയും ചെയ്യും. സാമൂഹ്യ ബോധമുള്ള, വിദ്യാഭ്യാസമുള്ള എത്ര പേരെ വാർത്തെടുക്കാൻ ഈ സർക്കാർ ഈ 10-12 വർഷമായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നതിന്റെ കണക്കൊന്ന് എടുത്താൽ മതി, അപ്പൊ മനസ്സിലാവും. അപ്പോ ഗഡ്കരിയുടെ മകൻ ഉൾപ്പെടെ, ഇന്ത്യയിലെ മറ്റ് അദാനി ഉൾപ്പെടെ അല്ലെങ്കിൽ അംബാനി ഉൾപ്പെടെയുള്ള വൻ പണച്ചാക്കുകൾക്ക് അവരെ കൂടുതൽ പണം ഉണ്ടാക്കാനും അല്ലെങ്കിൽ അവരെ കൂടുതൽ സമ്പന്നരാക്കാൻ വേണ്ടി ഇവിടെ നിയമവ്യവസ്ഥിതികൾ, സംവിധാനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇവിടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ GST കുറച്ചതും അങ്ങനെ തന്നെയാണ്. ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്ന സമയത്ത്, ഇപ്പോ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തു കഴിഞ്ഞാൽ 50% തീരുവോടെ ഇറക്കണം. ഇതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ തീരുവയില്ലാതെ അവിടെ ഇറക്കാൻ വേണ്ടിയിട്ട്? ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്ക് ഇറക്കുമതി ചെയ്യാം. അങ്ങോട്ട് ഇന്ത്യ ദുബായിക്ക് കയറ്റുമതി ചെയ്യുന്നു. ഒരു കമ്പനി അവിടെ തുടങ്ങിയാൽ പോരെ. എന്നിട്ട് ആ കമ്പനി അവിടെ നിന്ന് അമേരിക്കയ്ക്ക് കയറ്റുമതി ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ചില സംഭവ വികാസങ്ങൾ വിദേശത്തേക്ക് പോകും, മറ്റു സ്ഥലത്തേക്ക് പോകും. അത് പോയാൽ ഇന്ത്യക്ക് ക്ഷീണമാണ്. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി ഈ ട്രംപിന്റെ തീരുവ കൊണ്ട് ആർക്കൊക്കെയാണ് ഇന്ത്യയിൽ നഷ്ടം വരുന്നത്, അവർക്ക് ആ നഷ്ടം വരാതെ ഇന്ത്യൻ വിപണിയിൽ തന്നെ അത് വിറ്റ് തീർക്കാൻ വേണ്ടി ഇവിടെ കച്ചവടം നടത്തിയവർക്ക് പിടിച്ചു നിൽക്കാനുള്ള, ഈ പ്രതിസന്ധി മാറുന്നത് വരെ പിടിച്ചു നിൽക്കാനുള്ള ഒരു വഴി ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഈ GST സംവിധാനം ഈ രീതിയിൽ കുറച്ചു കൊണ്ടുവന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാവും. അതല്ല ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഇത് നടപ്പിലാക്കിയേനെ. അവർ പറയുന്നത് 1.5 വർഷം കൊണ്ട് ചിന്തിച്ചിരുന്നു എന്നാണ്. ഒരു നിമിഷം മതിയുള്ള നടപ്പിലാക്കാനുള്ള ത്രാണിയുള്ള, കെൽപ്പുള്ള, എന്താ പറയാ, കുറ്റിയുറപ്പുള്ള ഒരു സർക്കാർ തന്നെയാണ് ഇന്ത്യ ഭരിക്കുന്നത്. എന്ത് നടപ്പിലാക്കാൻ ആരോടും പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. എതിർത്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഇന്ത്യൻ കമ്പനികൾ വിദേശത്തേക്ക് പോകാൻ ഒരു സാധ്യതയുണ്ട്. ആ സാധ്യതയെ പിടിച്ചു നിർത്താൻ വേണ്ടി ഈ ഇന്ത്യൻ സർക്കാർ ഇന്ത്യൻ കമ്പനിക്കൊപ്പം നിൽക്കുന്നു. അതിനർത്ഥം ജനങ്ങൾക്കൊപ്പമല്ല, പക്ഷെ ഇവിടെ GST കുറയുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൂടി അത് അനുഭവിക്കാൻ കഴിയുന്നു. അതാണ് അന്താരാഷ്ട്ര തരത്തിലുള്ള ട്രംപിനെ പോലെയുള്ള അല്ലെങ്കിൽ അമേരിക്ക പോലെയുള്ള ഒരു രാജ്യത്തിന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാതെ നട്ടുയർത്തി നിന്നതിന് നരേന്ദ്രമോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്നതോടൊപ്പം GST കുറയ്ക്കാൻ വേണ്ടി, അത്തരത്തിലുള്ള ഒരു സർക്കാരിനെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ വേണ്ടി GST ഒന്ന് കുറച്ച്
വില കുറച്ചൊക്കെ സാധനം കിട്ടാൻ വേണ്ടി ഒരു സാഹചര്യം ഒരുക്കിയ ട്രംപിന് കൂടി നന്ദി പറയേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. Different angles. Don't forget to subscribe and support this channel.